നല്ല ക്ലൈമറ്റ് ആണല്ലേ? നല്ല ക്ലൈമറ്റ്. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയ സമയമാണ് കേട്ടോ. മഴയില്ല, ശല്യമില്ല. അതെ അതെ. പിന്നെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇ പാസ് നിർബന്ധമാണ്. വണ്ടികളെല്ലാം നിർത്തിയിട്ട് നിൽക്കുക. 9 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ ഗേറ്റ് തുറക്കുള്ളൂ. അപ്പോൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് സീനിങ്ങിന് പോകും. നമ്മൾ ഗസ്റ്റുകളും കൊണ്ടിട്ട് കൊടൈക്കനാലിലാണ് കേട്ടോ. പില്ലർ റോക്ക് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. മൊത്തം കോട മൂടിയിട്ട് ഒന്നും കാണാനില്ല. എന്നാലും നമുക്കതുവരെ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. വണ്ടികളൊക്കെ കുറവാട്ടാ. കൂടുതലും തമിഴ്നാട് വണ്ടികളാണ്. നമ്മളെ കേരള വണ്ടികളൊക്കെ കുറവാണ്. ഇപ്പോൾ വരുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്ലൈമറ്റാണ്. പില്ലർ റോക്ക് കംപ്ലീറ്റ് മൂടി പോയിട്ടാ. ഒന്നും കാണാനില്ല. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ ഇതവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഒന്നും കാണാനില്ല. കോട കുറച്ച് വന്നിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് കാണാൻ പറ്റും തോന്നുന്നില്ല. അടിയിൽ വെള്ളമൊക്കെ ചാടുന്നുണ്ട്. വെള്ളച്ചാട്ടം കാണാണ്ട് എന്നുള്ള അറിയില്ല. സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് ആകെ തിക്കുന്നരക്കാണ് പിള്ളേർ. അതെ, തമിഴ്നാട്ടിലെ സീസണാവുണ്ട്. സ്കൂളിൽ നിന്ന് ടൂർ വരുന്നത്. ഇവിടെ ഒരു 3-4 ആനയുടെ ചെറിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ അവിടുന്ന് വന്ന വഴി. മേലെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണം. ഇതാ അവിടെ കൊടൈക്കനാൽ സ്പെഷ്യൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ. മേലെയും അതേപോലെ സാധനം ഇരിക്കുന്നുണ്ടല്ലോ. 100 രൂപ മാത്രം. എത്രയാണ് ഇതെടുത്താൽ 100 രൂപ. പൂവ് ഏതെടുത്താലും 100 രൂപ കേട്ടാ. ഇതൊക്കെ കുറേ കാലം ഇരിക്കുന്ന സാധനങ്ങളാണ്. അതെ, കേട് വരാണ്ടിരിക്കും. ഫ്രഷ് ക്യാരറ്റ്. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി. കോട പോയിട്ടുണ്ട് കേട്ടാ. പില്ലർ റോക്ക് തെളിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണാണ്ട്. അപ്പുറത്ത് പൂവ് നമ്മളെ 100 രൂപ കണ്ടപ്പോൾ അതേ ഇപ്പുറത്ത് 50 രൂപ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ പൂവ് എത്ര? 50. 50. ഏതെടുത്താലും 50? ഇത് ഒരെണ്ണെടുത്താ 50, 100. ഒരെണ്ണെടുത്താ 50, 3 അല്ലേ?
കൊടൈക്കനാൽ വരുമ്പോൾ ആരും പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവരുന്നുണ്ടോ, പ്രത്യേകിച്ച് 1 ലിറ്ററിൻ്റെ. അത് കാരണം കൊണ്ടാണ് ഇവിടെ ഈ ബോട്ടിൽ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അങ്ങനെന്താ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. കൂടുതലും തമിഴ്നാട് വണ്ടികളിലാണ് കേട്ടോ. ഈ വരുന്ന ഒക്കെ തമിഴ്നാട് വണ്ടികളാണ്. സ്റ്റുഡൻസും കാശും കൊടുത്തിട്ടുണ്ട് പണിയെടുക്കുന്നതിന്. 100 രൂപ ഇഷ്ടമായ ഇത് കൊണ്ടിട്ട് ഞാൻ എന്താ പരിപാടി? മാമയ്ക്ക് ഓക്കെ. അങ്ങനെ നമ്മൾ പില്ലർ റോക്കിൽ നിന്ന് എന്താ സൂയിസൈഡ് പോയിന്റ് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സൂയിസൈഡ് പോയിന്റ് പോയി നോക്കാം. സൂയിസൈഡ് പോയിന്റ് പോണ വഴിയാണ്. നമുക്ക് അവിടെ പോയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വിശേഷങ്ങൾ കാണാം. സൂയിസൈഡ് പോയിന്റിലെ തിരക്കാണ് കാണുന്നത്. കാര്യമായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള തിരക്കുണ്ട്. ചെറു വണ്ടികളാണ് കൂടുതൽ. സൂയിസൈഡ് പോയിന്റിന്റെ എൻട്രി. രണ്ട് സൈഡും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ, ചോക്ലേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ. ഇപ്പൊ കോടൊക്കെ കുറച്ച് പോയ കാരണം എല്ലാം കാണാൻ കേട്ടോ.